ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കാണ് ബ്രെഡിൻ്റെ പാക്കറ്റിൽ ഒരു പകുതിയോളം ബ്രെഡ് ബാക്കി ഉണ്ടായിരുന്നു. തലേ ദിവസം നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പാലും ഉണ്ടായിരുന്നു. അപ്പോൾ പാൽ വെച്ചിട്ട് ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചില ദിവസങ്ങളിൽ കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ആ നേരമാകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് എത്തി കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. മകരച്ചൊവ്വയാണ്. അപ്പോൾ മകരച്ചൊവ്വയ്ക്ക് നമ്മൾ അടുത്ത വീട്ടിലൊക്കെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് അവർ കുറച്ച് പലഹാരങ്ങളൊക്കെ നമ്മൾക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. അവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഉമ്മ പുറത്ത് പോയി വരുമ്പോൾ മസാല ബോണ്ടയും പിന്നെ മുളക് ബജിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് ബജി ഞാൻ കഴിഞ്ഞ നോമ്പിനോ എന്തോ കഴിച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര കൊതിയിട്ട് അത് കണ്ടപ്പോൾ. ഇങ്ങനെ പൊരിച്ചതൊക്കെ എന്തെങ്കിലും കഴിച്ചാലേ പിന്നെ തണുത്തത് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് പാല് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് റൂഹ് ഹഫ്സ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സോസും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പുറത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫയ്യക്കുട്ടി റൂഹ് ഹഫ്സയും കുടിക്കില്ല, ഹോർലിക്സും കഴിക്കില്ല കേട്ടോ. ഇതൊക്കെ ഞാനും പാതും മാത്രമേ കഴിക്കുള്ളൂ. അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവൾ ചായയും ചിലപ്പോൾ കുടിക്കാറില്ല, വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്കായിട്ട് വെള്ളവും കൂടെ കലക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് 2-3 കടികളായിട്ടാ. ഞാനപ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തിനാ ബ്രെഡ് ഉണ്ടാക്കിയത്, അത് ഇനിയിപ്പോൾ ബാക്കിയാവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് അടുത്ത കടിയായിട്ട് വന്നത് കേട്ടോ. പിന്നെ പഴംപൊരി ആയിരുന്നേ, നല്ല പഴംപൊരി ആയിരുന്നു. അത്യാവശ്യം ചൂടൊക്കെ ആയിട്ട് നല്ല കളറും നല്ല കളറായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ വീട്ടിലുണ്ടാക്കിയ പഴംപൊരിനേക്കാളും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കണ പഴംപൊരി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നെ പായസം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. 2 വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു പാത്രത്തിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ അതേ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.